ആറന്മുള പാർത്ഥസാരഥിക്ക് ഇന്ന് തിരുവോണ സദ്യയാണ്. തിരുവോണ വിഭവങ്ങളുമായി രാവിലെ തന്നെ തിരുവോണത്തോണി ക്ഷേത്രക്കടവിലെത്തി ആചാരപൂർവമായിട്ടുള്ള സ്വീകരണം തിരുവോണത്തോണിക്ക് നൽകി. മങ്ങാട് ഭട്ടത്തിരിയുടെ പിൻതലമുറക്കാർ ആണ് പാർത്ഥസാരഥിക്ക് തിരുവോണ വിഭവങ്ങളുമായി തിരുവോണത്തോണിയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കൊടിമര ചുവട്ടിൽ വഞ്ചിപ്പാട്ട് കരക്കാർ പാടുകയാണ്. നാരായണ കൃഷ്ണ പാഹി മാം ഭക്തവത്സല, പാഹി നാരായണ കൃഷ്ണ പാഹി മാം ഭക്തവത്സല, പാഹി നാരായണ കൃഷ്ണ പാഹി മാം ഭക്തവത്സല. തൈരൈ തഗദ തീരഗദോ ധീയദിത്തോ തീരോ തിഗിരോ പാഹി ഗോവിന്ദ മുകുന്ദ. ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ സദ്യയുണ്ണാൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ തിരുവോണത്തോണി ഈ ക്ഷേത്രക്കടവിലേക്ക് എത്തുന്നതും അങ്ങനെയുള്ള ചടങ്ങുകൾ കാണുന്നതിനായി നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. കൃത്യം 6:05 തിരുവോണത്തോണി ഈ പാർത്ഥസാരഥി ക്ഷേത്രക്കടവിലേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന് ചുറ്റും നൂറുകണക്കിന് ഭക്തരാണ് ഇപ്പോൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. ഇന്നിപ്പോൾ തിരുവോണമാണ്. എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണമൊക്കെ അടിപൊളി. പാർത്ഥസാരഥിയെ രാവിലെ കാണാം എന്ന് കരുതി. അതെ കരുതി. ഇങ്ങനെ ഓണ വിഭവങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കും, അതിനുശേഷമാണോ വന്നത്? എങ്ങനെയുണ്ട് ചേട്ടാ ഓണ ഇപ്രാവശ്യം? എങ്ങനെയുണ്ട് ഓണം? ഇപ്രാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോന്നു. പിന്നെ ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലുള്ള ആ ഒരു ഉണ്ടായ ഇഷ്യൂ മാത്രമാണ്. അല്ലാതെ വേറെ എല്ലാം സന്തോഷമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. രാവിലെ പാർത്ഥസാരഥിയെ കണ്ടു പോകാം എന്ന് വിചാരിച്ചു. തിരുവോണത്തോണി രാവിലെ വന്നത് കണ്ടോ? ഇല്ല, കണ്ടില്ല. ഇന്നലെ വൈകിട്ട് കാട്ടൂര് കണ്ടു, ഇന്ന് രാവിലെ എത്താൻ പറ്റിയില്ല. കാട്ടൂര് ചടങ്ങുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എല്ലാ വർഷവും നടക്കുന്ന പോലെ ആദ്യം നല്ല നല്ല ചടങ്ങുകൾ തന്നെയായിരുന്നു. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ചടങ്ങുകൾ തന്നെയായിരുന്നു. അതിലൊരു ഭംഗിക്കുറവുമില്ലായിരുന്നു. എല്ലാം അത് ഭംഗിയായിട്ട് എല്ലാ വർഷവും നടക്കുന്ന പോലെ ഈ പ്രാവശ്യം നടന്നു. വയനാട് ദുരന്തം അത് എല്ലാ മലയാളികളെയും വേദനിപ്പിച്ച ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയവരും അക്കാര്യം പറയുന്നുണ്ട്. ഇന്ന് തിരുവോണ ദിനമാണ്. എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയായി? ഓണമൊക്കെ അടിപൊളിയാ, നല്ലതായിട്ട് പോകുന്നു. പിന്നെ നമുക്ക് ആ വയനാട്ടിലെ ഒരു വിഷമം അങ്ങനെ കിടക്കുന്നു, ബാക്കിയെല്ലാം കൊണ്ട് കുഴപ്പമില്ല. തിരുവോണത്തോണി രാവിലെ വന്നു, ഓണ വിഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, തിരുവോണ സദ്യ ഉണ്ട്. എങ്ങനെയാണ്? ഇവിടെയാണോ തിരുവോണ സദ്യ ഉണ്ടെന്നോ അതോ വീട്ടിലാണോ? എന്ന് ഇല്ല, വീട്ടില് എല്ലാ വിഭവങ്ങളും വെച്ചിട്ടാണോ വന്നത്? തന്നെ എൻ്റെ വീട് ആറന്മുള തന്നെ. ഓണം ഹാപ്പിയാണ്. പിന്നെ വയനാടിൻ്റെ ഒരു ദുരന്തം നമ്മളെ എല്ലാവരും വേദനിപ്പിക്കുകയാണ്. അതിലും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഓണം കൊണ്ടാടുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണം ഇപ്രാവശ്യം? ഓണമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. രാവിലെ പാർത്ഥസാരഥിയെ ഒന്ന് ദർശിക്കുക, അതിനുശേഷം ഈ ദേശക്കാർ തന്നെയാണ് രാവിലെ എല്ലാ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വന്നു. രാവിലെ പുലർച്ചെ തിരുവോണത്തോണി വന്നു, കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഹാപ്പി ഓണം മോളെ. ഹാപ്പി ഓണം. ഓണസദ്യയൊക്കെ കഴിക്കണ്ടേന്ന്? എങ്ങനെ? നമ്മുടെ അമ്പലത്തിൽ നിന്നാണോ കഴിക്കുന്നത് അതോ വീട്ടിലാണോ? വീട്ടിലെല്ലാം വെച്ചിട്ടാണോ? അമ്മയെല്ലാം വെച്ചോ? ഹാപ്പി ഓണം ചേച്ചി. അടിപൊളിയാണ്. ഏതായാലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നല്ല ഭക്തജനത്തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ തിരുവോണത്തോണി ക്ഷേത്രക്കടവിലേക്ക് എത്തി. മങ്ങാട് ഭട്ടത്തിരിയുടെ പിൻതലമുറക്കാരാണ് ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണസദ്യയുടെ വിഭവങ്ങളുമായി തിരുവോണത്തോണിയിൽ ക്ഷേത്രക്കടവിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ പള്ളിയോടങ്ങളും അകമ്പടി സേവിച്ചിരുന്നു. ഇന്നിപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും തിരുവോണ സദ്യ ഉണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.